Hello friends, welcome to Shali's kitchen. നമുക്ക് ഇന്ന് പരിപ്പുവട ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്ക് ആണല്ലേ അത്. എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമാണ് അത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം പരിപ്പുവടക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടക്കം ഞാനിപ്പോൾ 2 കപ്പ് ചനാദാൽ എടുത്തിട്ടുണ്ട്. ഇതിന് കടലപ്പരിപ്പാണ് ഇടേണ്ടത്. 4 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് കറി ലീവ്സ്. പിന്നെ ഇത് ഓപ്ഷണലാണ്, ചില ആൾക്കാർ ഇടത്തില്ല, ഞാൻ ഇടാറുണ്ട്. ഇച്ചിരി 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് നമുക്ക് ഉള്ളിയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഉള്ളി മാത്രം നമ്മൾ സെപ്പറേറ്റ് മിക്സിയിലിടാതെ സെപ്പറേറ്റ് ലാസ്റ്റ് ഇടും. ലാസ്റ്റ് ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ളി ഉണ്ടെങ്കിൽ, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. എനിക്ക് ഇപ്പോൾ ചെറിയ ഉള്ളി കിട്ടാനില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് വേണ്ടത്. അപ്പം നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു മിക്സി എടുക്കുക. അപ്പം എന്നിട്ട് നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞളിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കറി ലീവ്സ് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, പിന്നെ ഇതും ഇട്ടിട്ടുണ്ട്, ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായി അടിച്ചെടുക്കുക. ഇത് വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അടിച്ചെടുക്കാൻ. അപ്പോൾ ഭയങ്കരമായിട്ട് നൈസായിട്ട് അടിച്ചെടുക്കരുത്, കുറച്ച് തരിതരിയായിട്ട് വേണം അടിച്ചെടുക്കാൻ. ഞാനിത് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനെല്ലാം ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം കേട്ടോ. പിന്നെ ബോളിലേക്ക് മാറ്റാം. അത് ആയിരിക്കണം കേട്ടോ, അത് കുറച്ച് തരി പോലെ ഉണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇതില്ലേ പരിപ്പും പിന്നെ സവാള ഇടാം. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, നല്ലത്. ഇപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ എങ്ങനത്തെ ഷേപ്പ് വേണം എന്ന് പറഞ്ഞുതരാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെയാണ് ഷേപ്പ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഒരു പാൻ ഓൺ ചെയ്യാം. അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സോ ഇതൊന്ന് ചൂടായി വരട്ടെ. ഓക്കെ, സോ നമ്മൾ എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ തിന്നായിട്ടിങ്ങനെ തിന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാ ഈ ഷേപ്പ് വരണം കേട്ടോ. ഇനി ഞാനിത് ഓയിലിടാൻ പോണ്. സോ മെല്ലെ നമ്മൾ പരിപ്പുവട ഇതിലിട്ട് കൊടുക്കുക. ഓക്കെ, കൈ ശ്രദ്ധിക്കണം കേട്ടോ ഇടുമ്പോൾ. ഞാൻ ഒരെണ്ണം കൂടി ഇതിലിടുന്നുണ്ട്. നമുക്ക് എത്രത്തോളം തിന്നാക്കാൻ പറ്റോ അത്രത്തോളം തിന്നായിട്ട് ഇത് ചെയ്യണം കേട്ടോ. ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം
ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ബ്രൗൺ ആവട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഞാനിപ്പോൾ ഓയിലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പരിപ്പ് വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.